ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സർക്കാരിനും CPM-നും വീണ് കിട്ടിയ ആയുധമാണ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രം. പക്ഷേ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിൽ ഭരണപക്ഷത്ത് രണ്ട് അഭിപ്രായമുണ്ട്. രണ്ട് തരത്തിലാണ് നിലപാടുകൾ. കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ മയപ്പെട്ട നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കൊട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് കണ്ടെത്താം. അതിരൂക്ഷമായ വിമർശനവും ഗൗരവമുള്ള ആവശ്യങ്ങളും മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുമ്പോൾ അതേ കടുപ്പത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനും വിമർശനം ഉന്നയിക്കാനും കടകംപള്ളി സുരേന്ദ്രന് കഴിയുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒരുമിച്ചുള്ള ചിത്രം ഒരു സാധാരണ സംഭവമാണ് എന്നുള്ള തരത്തിലാണ് കടകംപള്ളിയുടെ പ്രതികരണം. സോണിയാഗാന്ധി കള്ളനാണെന്ന് കരുതി ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും കടകംപള്ളി പറഞ്ഞു വെക്കുന്നു. സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റാരുടെ കാര്യവും ഞാൻ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഒരു വട്ടം മാത്രമാണ് പോയിട്ടുള്ളത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും രാജു അബ്രഹാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി പോറ്റിയുടെ പിതാവിന് ഉപഹാരം കൈമാറുന്ന ഒരു ചിത്രം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ കാര്യത്തിലെ കടകംപള്ളിയുടെ വിശദീകരണം ഇങ്ങനെ: മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എൻ്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ്. എനിക്ക് ആ സന്ദർഭത്തിൽ 3 ഗൺമാന്മാരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല, ഏതൊരു കുട്ടിയുടെ ഫംഗ്ഷൻ ആണെന്നാണ് ഞാൻ ധരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. കുട്ടിയുടെ ഫംഗ്ഷൻ അല്ല, അവിടുത്തെ അപ്പൂപ്പൻ്റെ എന്തോ തരത്തിലോ, ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം. എനിക്ക് അതും കൃത്യമായിട്ട് അറിയാമല്ല. 8 വർഷത്തിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളുടെ A to Z എങ്ങനെയാണ് നമ്മൾ ഓർത്തു വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഡയറി എഴുതണം. അങ്ങനെ ഒരു പതിവ് എനിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രമാണ് പ്രശ്നമെങ്കിൽ അത് സോണിയാഗാന്ധിയെ മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനെയും രാജു അബ്രഹാമിനെയും ബാധിക്കുമെന്ന ബോധ്യം അവർക്കുണ്ട്. പക്ഷേ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ഒരു സുവർണ അവസരമായിട്ടാണ് ഭരണപക്ഷത്തെ മറ്റംഗങ്ങൾ കാണുന്നത്. അമൽത്താൻ പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.